ബീഫ് നല്ലിപ്പുലാവ്. നല്ലി എന്ന് പറഞ്ഞാൽ ബോൺമാരോ മജ്ജ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഒരു പീസ് മജ്ജയും റൈസും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ ചില ഫുഡൊക്കെ കഴിച്ചാൽ പറയില്ലേ ശരിക്കും അതങ്ങോട്ട് കഴിക്കുമ്പോൾ മെൽറ്റായി പോകുന്നൊക്കെ, അതുപോലത്തെ ഒന്നാണ് ഇതും. സോ ലെറ്റ്സ് കുക്ക്. കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സവാള ഇട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല നല്ല പേസ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും വെള്ളവും ആഡ് ചെയ്തിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിന്റെ ഷിൻബോണും കുറച്ച് മീറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ചെറിയൊരു പീസ് പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 9 വിസിലായപ്പോഴത്തേന് ഈ ബീഫൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഗരം മസാലയും പെപ്പർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഈ ബീഫൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് 3 കപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവി മെഷർ ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് ഗ്രേവി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുക്ക് ചെയ്ത നല്ലിയും പച്ചമുളകും ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. റൈസ് ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക. റൈസ് ഫുള്ളായി കുക്കായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഈ റൈസും ബീഫും നല്ലൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന കാരണേ നല്ല ഫ്ലേവറാണ് ഇതിന്. മാത്രമല്ല നല്ലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിനൊക്കെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.